السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد أرسله إلى كافة الخلق لظهار الإيمان، وعلى آله وصحابه الذين جاهدوا بإزالة الكفر والطغيان. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل نصيحتنا نصيحة مؤثرة في قلوب الناس. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിശുദ്ധമായ റമദാനുമായി അനുബന്ധ അമലുകളെല്ലാം പരിപൂർണമായും കബൂലാക്കട്ടെ. വിശുദ്ധമായ റമദാനിൽ ധാരാളം സുഹൃതങ്ങൾക്ക് അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആരക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ വിശുദ്ധമായ റമദാനുമായി അല്പസ്വല്പ കാര്യങ്ങൾ വെക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹത്താൽ ഒരു വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യ ദിനത്തിലാണ് നമ്മളുള്ളത്. വിശുദ്ധമായ റമദാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മൾ വലിയ ആഗ്രഹത്തോടെ ആവേശത്തോടെ കരുതിയിരിക്കുന്ന വിശ്വാസികളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ മാസത്തിൽ ധാരാളം സുഹൃതങ്ങളെ നിറച്ചു വച്ചിട്ടുണ്ട്. വലിയ രക്ഷാകവചമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ മാസം എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ വിശുദ്ധമായ റമദാനിലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത മാസം കൂടിയാണ് ഈ വിശുദ്ധമായ റമദാൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്ന ഒരു സാഹചര്യം, കാലാവസ്ഥ എന്ന് പറയുന്നത് അതിസങ്കീർണമായൊരു കാലത്തിലൂടെയാണ് നമ്മൾ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാടുകളിൽ, ലോകമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വസ്ഥതയില്ലാത്ത, സമാധാനമില്ലാത്ത, ആകെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ദുർഘടമായൊരു പാതയിലൂടെയാണ് ലോകത്ത് മുഴുവൻ മനുഷ്യരും, പ്രത്യേകിച്ച് വിശ്വാസി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നീറുന്ന നൂറ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട്. ഈ പരിഹാരം കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഏറ്റവും പ്രാധാന്യത്തോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് പ്രാർത്ഥനയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഏത് തീരുമാനത്തെയും മറികടക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ പ്രാർത്ഥനകൾക്ക് താക്കത്തുണ്ട്, ശക്തിയുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. കയ്യിലിരിക്കുന്ന തോക്കിനേക്കാൾ അല്ലെങ്കിൽ മാരക പ്രഹരശേഷിയുള്ള മറ്റായുധങ്ങളെക്കാൾ ഏറ്റവും ശേഷിയുള്ള ആയുധം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്കാണ്. കാരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഞാൻ അവരുടെ സമീപസ്ഥ തന്നെയുണ്ട്, ഞാൻ അവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അവരെ കേൾക്കുകയാണ്, നിരന്തരം സൂക്ഷ്മമായി സസൂക്ഷ്മം ഞാൻ എൻ്റെ അടിമകളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, അവൻ്റെ പ്രയാസങ്ങളെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, അവൻ്റെ ആഗ്രഹങ്ങളെ ഞാൻ അറിയുന്നു. അതുകൊണ്ട് അവൻ മനസ്സ് തുറന്ന് അവൻ്റെ നാവ് കൊണ്ട് അവൻ ചോദിക്കട്ടെ എന്നോട്
എന്ന് വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിലല്ല ഒരു പിടി സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. ഒരു പിടി സ്ഥലങ്ങളിൽ അത് പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ദുആയ്ക്ക് വലിയ ഇജാബത്തുള്ള, വലിയ സ്വീകാര്യതയുള്ള ദിവസമാണ് നമ്മുടെ മുമ്പിലേക്ക് അൽഹംദുലില്ലാഹ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധമായ റമദാനിൻ്റെ ഒന്നിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവർ, അല്ലേ, ഇന്നലകൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. നമുക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ വലിയൊരു അനുഗ്രഹമാണ് ഈ വിശുദ്ധമായ റമദാനിൽ ജീവിച്ചിരിക്കാനും ഈ വിശുദ്ധമായ റമദാനിൽ റബ്ബിനോട് നമ്മുടെ പരാതികളും പരിമിതികളും പറയാനും അതിന് രമ്യമായ നല്ല പരിഹാരമുണ്ടാക്കാനൊക്കെ നമുക്ക് അള്ളാഹു നൽകിയ വലിയ അസുലഭ നിമിഷമാണ്. അള്ളാഹു നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇന്ന് ഖബറുകളിലെത്തിയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും വലിയ വിശാലത, വിശുദ്ധമായ റമദാനിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അള്ളാഹു അവർക്ക് നൽകി അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കട്ടെ, മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. നാളെയുടെ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആരക്കുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു ഹദീസാണ് എൻ്റെ ഓർമ്മയിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞതായിട്ട് ഓർമ്മ വരുന്നു. യാ റസൂലല്ലാഹ് അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണെന്ന് ചോദിച്ചു. ജനങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആരാണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു എന്ന് പറഞ്ഞു. ഒരു മനുഷ്യന് ദീർഘായുസ് കിട്ടി, നല്ല ആയുസ്, ഒരു നൂറ്റാണ്ട് കാലഘട്ടം അല്ലെങ്കിൽ അതിലേറെ കാലഘട്ടം ജീവിച്ചിരിക്കാൻ ഒരു മനുഷ്യന് കിട്ടുന്ന അവസരമാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, അല്ലേ? ആയുസ് കുറച്ചു മതിയെന്ന് താല്പര്യമുള്ളവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവരാരുമില്ല. ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂർ, ഒരു സെക്കൻഡെങ്കിലും ഒരു സെക്കൻഡ് ദീർഘമായി കിട്ടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവരും. പെട്ടെന്നങ്ങ് മരിച്ചു പോകാനോ ദുനിയാവിൻ്റെ ജീവിതം അങ്ങ് പെട്ടെന്ന് അവസാനിപ്പിച്ച് കളയാനൊന്നും നമുക്ക് ആർക്കും തീരെ താല്പര്യമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ഏറ്റവും നല്ലവരാരാണെന്ന് ചോദിച്ചപ്പോൾ മൻ താല ഉംറുഹു, നന്നായി ദീർഘായുസ് കിട്ടുകയും വഹസുന അമലുഹു, എന്നിട്ട് ആ കിട്ടിയ ആയുസ് മുഴുവനും നല്ല അമലുകൾ ചെയ്യാനുള്ള സൗഭാഗ്യം, ഇത് 5 നേരം നിസ്കരിക്കാനുള്ള സൗഭാഗ്യം കിട്ടി, ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം കിട്ടി, നമ്മൾ സമ്പാദിച്ച സമ്പാദ്യത്തിൻ്റെ വിഹിതങ്ങൾ പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവരിലേക്ക് അത് വകമാറ്റി കൊടുക്കാൻ നമുക്ക് ധാരാളം മനസ്സുണ്ടായി, നമുക്ക് സമ്പത്തുണ്ടായി, അവസരമുണ്ടായി. അതുപോലെ തന്നെ റമദാനിൽ നോമ്പ് പിടിച്ചു, തറാവീഹ് നമസ്കരിച്ചു, നോമ്പ് തുറപ്പിച്ചു, ഒരു കാരക്കയുടെ കഷ്ണം കൊണ്ടാണെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടാണെങ്കിലും അവരെ നമ്മൾ സന്തോഷിപ്പിച്ചു. ഇതിനൊക്കെ അവസരങ്ങളുണ്ടാവുക, ഇത് വലിയ ഭാഗ്യമാണ് നമുക്ക് കിട്ടിയത്. ഞാൻ അതാണ് പറഞ്ഞത്, വിശുദ്ധമായ റമദാനിൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് നമുക്കിത് ജീവിച്ചിരിക്കാൻ മാത്രമല്ല, ജീവച്ഛവമായി ഏതെങ്കിലും ഒരു റൂമിലോ ഏതെങ്കിലും ഒരു കട്ടിലിലോ പരസഹായം കൂടാതെ എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിൽ ഒരു ആയുസ് കിട്ടിയോണ്ട് കാര്യമില്ലല്ലോ. വിശുദ്ധമായ റമദാൻ നമ്മുടെ മുമ്പിൽ വന്നു, അല്ലെങ്കിൽ പള്ളിയിലേക്ക് ബാങ്ക് വിളിച്ചു, ആരുടെയും സഹായമില്ലാതെ, ആരുടെയും കൈപിടിക്കാതെ, ആരുടെയും കാല് പിടിക്കാതെ, സ്വന്തം ആരോഗ്യം ഉപയോഗിച്ച് സ്വന്തം കാലിൽ നടന്നു വന്ന് ഒതുവെടുത്ത് സുന്നത്ത് നിസ്കരിച്ച് അതുപോലെ ജമാഅത്തിൽ പങ്കെടുത്തു, അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞ് ദുആർന്ന് സ്വന്തം നടന്ന് വീട്ടിലേക്ക് പോയി. ഇതൊക്കെ വലിയ സൗഭാഗ്യമാണ്. അത് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവുക. കണ്ണില്ലാത്തവർക്ക് കണ്ണുള്ളവൻ്റെ വില മനസ്സിലാവാനുള്ള കണ്ണില്ലാത്ത ആളായിരിക്കണം നമ്മൾ പറയാറുള്ളൂ, സ്വാഭാവികമായിട്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആയുസ്സിൽ സുഹൃതങ്ങളുള്ളതായി തീരാൻ വേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് വലിയൊരു സൗഭാഗ്യം നമ്മുടെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സഹാബി തന്നെ ചോദിച്ചു, അതായത് അബൂബക്കർ നഫീ ഇബ്നു ഹാരിസ് തങ്ങളാണ്, അബൂബക്കർ തങ്ങളല്ല, നഫീ ഇബ്നു ഹാരിസ് തങ്ങളാണ് ഈ ചോദ്യം ചോദിച്ചത്. ഖാല ഫഅയ്യുന്നാസി ശർറുൻ, ഏറ്റവും ഭാഗ്യം കെട്ടവർ, ഏറ്റവും ഭാഗ്യം കെട്ട ആളുകൾ, ഒരു ഭാഗ്യമില്ലാത്ത ആളുകൾ, ഒരു ഗതിയില്ലാത്ത ആളുകൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു സന്തോഷമില്ലാത്ത ആളുകൾ, ആരാണ് ഏറ്റവും അങ്ങനെ മോശപ്പെട്ട ഒരു നിർഭാഗ്യവന്മാരായി നമ്മുടെ നാട്ടിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, കാല മൻ താല ഉംറുഹു വസാഅ അമലുഹു എന്നാണ് പറഞ്ഞത്. സാഅ അമലുഹു, ഒരു നൂറ്റാണ്ട് ജീവിച്ചിരിക്കാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഒരു 50 വർഷ കാലഘട്ടത്തെ 50 വർഷ കാലഘട്ടത്തെ ആയുസ് അവന് കൊടുത്തു. ഒരു 50 റമദാൻ അവൻ്റെ ജീവിതത്തിൽ വന്നു, അവന് പ്രായപൂർത്തിയായതിനു ശേഷം ഒരു 10 വയസ്സ് കുട്ടിക്ക് ബാക്കി 40 വർഷ കാലഘട്ടത്തിൽ 40 റമദാനുകൾ കടന്നുപോയി. 40 റമദാനുകൾ കടന്നുപോയി, റമദാനിലെ തറാവീഹുകൾ കടന്നുപോയി, നോമ്പുതുറകൾ കടന്നുപോയി. അതുപോലെ തന്നെ 50 വർഷ കാലഘട്ടത്തിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത് കുട്ടിക്ക് 40 വർഷ കാലഘട്ടത്തിൽ നമസ്കാരങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനിടയിൽ ധാരാളം സമ്പാദിച്ചിട്ടുണ്ട്, ഹജ്ജ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും ചെയ്തില്ല. ഒരു നന്മയുടെ നാമ്പ് പോലും അവൻ്റെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്നും മുകളിലോട്ട് ഉദിച്ചിട്ടില്ല. ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരു സുഹൃതവും അവന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.
ഇങ്ങനൊരു ആയുസ് കൊണ്ട് എന്ത് കാര്യം? ഇവനേക്കാൾ മോശമായ ഒരാൾ, ഒരു മനുഷ്യൻ ഭൂമി ലോകത്ത് ആരുമില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. അപ്പം കിട്ടിയ അമൽ, അതായത് ആയുസ് ദീർഘമായി കിട്ടുകയും എന്നിട്ട് ആ ആയുസ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ മാർഗത്തിൽ, സുഹൃതങ്ങളുടെ മാർഗത്തിൽ, നന്മയുടെ മാർഗത്തിൽ അതിനെ ഉപയോഗിക്കാനുള്ളൊരു സൗഭാഗ്യം കിട്ടുക എന്നുള്ള മനുഷ്യനാണ് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഏറ്റവും മോശപ്പെട്ടയാളെന്ന് പറയുന്നത് ഈ ആയുസ്സിൽ ഒരു നന്മയുടെ നാമ്പ് പോലും, അവൻ്റെ സംസാരത്തിൽ പോലും ഉണ്ടായിട്ടുള്ള നന്മ, അവൻ്റെ നോട്ടത്തിൽ പോലും നന്മയില്ല, ചിന്തയിൽ പോലും നന്മയില്ല, ജീവിതത്തിൽ ഒരിക്കലും ഒരു ഭാഗത്തും നന്മയുടെ നാമ്പ് പോലും മുളയ്ക്കാതെ മോശപ്പെട്ട വഴിത്താരകളിലൂടെ ജീവിച്ചവൻ്റെ ജീവിതം കളഞ്ഞ കുറേ ആളുകളുണ്ട്. റമദാൻ വന്നാലും അവർക്ക് പ്രശ്നമില്ല, പള്ളിയിൽ വാങ്ങി വിളിച്ചാലും പ്രശ്നമില്ല, ഏത് നോമ്പ് തുറക്കാൻ ആൾ വന്നാലും കുഴപ്പമില്ല, തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, പള്ളിയുടെ ഗേറ്റ് തുറന്നാലും കുഴപ്പമില്ല, തുറന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇമാമ നിസ്കരിച്ചാലും കുഴപ്പമില്ല, നിസ്കരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്നും എന്നെ ബാധകമല്ല, എനിക്കത് ബാധകമല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അങ്ങനെയുണ്ട് കുറേ ആളുകൾ. ഇങ്ങനെയുള്ള ആളുകളാണ് ദുനിയാവിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഭാഗ്യവാന്മാർ, നമുക്ക് അള്ളാഹു നൽകിയ ഒരു മാസ കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആരോഗ്യം, ആഫിയത്തും ദീർഘായുസ്സും നൽകുമ്പോൾ അത് വേണ്ടവണ്ണം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഒരു മാസ കാലഘട്ടം മുമ്പ് 2 മാസ കാലഘട്ടം നമ്മൾ ദുആ തുടങ്ങിയതാണ് അല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അങ്ങനെ ദുആർക്കാണ് നമ്മൾ. എന്താ അല്ലേ? റജബിൽ നമ്മൾ തുടങ്ങിയതാണ്, ശഅബാനിൽ തുടങ്ങിയതാണ്, റജബിലും ശഅബാനിലും നമ്മൾ തുടങ്ങി. അല്ലാഹുവേ, പടച്ച തമ്പുരാനെ, ബാരിക് ലനാ ഫി റജബ്, റജബിൽ നീ ഞങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകണം പടച്ചവനെ. വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണ്. റമദാന്റെ മുന്നോടിയായ റജബിലും ശഅബാനിലും നിരന്തരം നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നബി തങ്ങൾ നിരന്തരം ദുആരക്കുമായിരുന്നു. ഈ റജബിലും ശഅബാനിലും നിരന്തരം ഇങ്ങനെ ദുആരക്കും. നമ്മളോട് ദുആരക്കാൻ പറഞ്ഞു. നമസ്കാരത്തിന് പിന്നാലെ, അല്ലാത്ത സമയങ്ങളിൽ ദിക്റിലും ദുആയിലും ഇരുന്നതിന് ശേഷം, വീട്ടിലിരിക്കുമ്പോൾ, പുറത്തു പോകുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, പണിയെടുക്കുമ്പോൾ ഒക്കെ നിരന്തരം നിങ്ങൾ റജബിലും ശഅബാനിലും ദുആരക്കണം. റജബ്, അള്ളാഹ് പറഞ്ഞു റജബ് എൻ്റെ മാസമാണ്, നബി തങ്ങൾ പറഞ്ഞു ശഅബാൻ എൻ്റെ മാസമാണ്. റമദാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പുണ്യമുള്ള വലിയ മാസമാണ്. നമ്മൾ അന്ന് മുതൽ ദുആ തുടങ്ങിയതാണ് അല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ, ശഅബാനിലും റജബിലും ഞങ്ങൾക്ക് നീ വലിയ ബർക്കത്ത് ചെയ്യണം പടച്ചവനെ. എന്താ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ? റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ സാധാരണ മാസങ്ങളെക്കാൾ കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു തയ്യാറെടുപ്പ് നടത്തിയ മാസമാണ് ഈ ശഅബാൻ മാസം എന്ന് പറയുന്നത്. ശഅബാൻ ഏതാണ്ട് ഫുള്ളും നബി തങ്ങൾക്ക് നോമ്പായിരുന്നു. അത്രയേറെ റമദാൻ അല്ലാത്ത മാസങ്ങളിൽ ശഅബാൻ പോലെ ശ്രദ്ധയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചൊരു മാസം ഇല്ലായിരുന്നാണ് പറഞ്ഞത്. ഒരു മാസം പോലും ഉണ്ടായിരുന്നില്ല. അത്രയും ശ്രദ്ധയോടെ മാസം മുഴുവനും നോമ്പായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു വബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണം പടച്ചവനെ. അങ്ങനെ ദുആരക്കണമെന്ന് എല്ലാ മുഅ്മിനീങ്ങളും. അതുകൊണ്ട് റമളാൻ മാസം ഒന്നാം ദിവസത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ ഇരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ വിശുദ്ധമായ റമളാനിൽ നമ്മൾ ദുആരന്ന് ഈ വിശുദ്ധമായ റമളാൻ്റെ വക്കിലേക്ക് നമ്മൾ എത്തിയവരാണ്. അതായത് ഒരു മാസം നമുക്ക് ഒരു നോമ്പിൽ കൂടി കഴിയാനുള്ള സൗഭാഗ്യം അധികം കിട്ടുക എന്നുള്ളത് വലുതാണ്, വലിയ ഓഫറാണ്. ഈ കാലഘട്ടത്തിലൊക്കെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 90% എന്ന് വേണമെങ്കിൽ പറയും വാർദ്ധക്യം എത്തിയ ആളുകൾ ഇങ്ങനെ നമ്മുടെ വീടുകൾ ധാരാളമുണ്ട്. പക്ഷേ ഈ സമീപകാലങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ ഒരു കാരണം കൂടാതെ സുബഹി നമസ്കരിച്ചവർ ലുഹറിനില്ല, ലുഹർ നമസ്കരിച്ചവർ അസറിനില്ല, അസർ കഴിഞ്ഞവർ മഗ്‌രിബിനില്ല അല്ലേ? രാവിലെ ഭക്ഷണം കഴിച്ചവർ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നമ്മോടൊപ്പമില്ല. ഇന്നലെ ഇശാ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയവർ ഇന്ന് സുബഹി നിസ്കരിക്കാൻ നമ്മളോടൊപ്പം ഇല്ല. ചെറുപ്പക്കാരായ ആളുകൾ 35-40 വയസ്സുള്ള ആളുകളാണ് ഇങ്ങനെ കുഴഞ്ഞു വീണും അല്ലാതെയും പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിശുദ്ധമായ റമളാനിലെ വക്കീലെത്തിച്ചപ്പോൾ നിരന്തരം നിങ്ങൾ ദുആരന്ന് വിശുദ്ധമായ റമളാനിൽ നല്ല ആഫിയത്തിന് വേണ്ടി ദുആരക്കണം. ഒരു ഹദീസിൽ നമുക്ക് കാണാം, ബഹുമാനപ്പെട്ട തൽഹത്ത് ബിൻ ഉബൈദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, കാല ആ ലൈസ ഖദ് മഖസ ഹാദാ ബഅദു സനത്ത് ഉണ്ടോ ബലാ വഅദ്റക റമളാന ഫസാമത്ത് എന്ന് പറഞ്ഞൊരു ഹദീസ് കാണാം. ഇബാറത്ത് പറഞ്ഞു പോകാൻ സമയമില്ല, അറബി പറഞ്ഞു പോകാൻ സമയമില്ല.
രണ്ടാളുകൾ ഒരേ സമയം മുസ്ലിമായി. ഒരേ സമയം മുസ്ലിമായി. ഒരു മനുഷ്യൻ ഷഹീദായി. അതിൽ വിശുദ്ധമായ ദീനിനു വേണ്ടി പോരാട്ടം നടത്തി ആ ഒരു മനുഷ്യൻ ഷഹീദായി. ഒരു മനുഷ്യൻ ഒരു വർഷം കൂടി എന്ത് ചെയ്തു? ജീവിച്ചിരുന്നു. ഈ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരേ ദിവസം മുസ്ലിമായ രണ്ട് വ്യക്തികൾ, ഒരാൾ യുദ്ധത്തിൽ ഷഹീദായി, ആ ഷഹീദായ മനുഷ്യനേക്കാൾ ഒരു വർഷം കൂടി ആ മറ്റേ മനുഷ്യന് ആയുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. പക്ഷേ ആ ആയുസ് കൊടുത്ത ആൾക്കാണ് കൂടുതൽ മഹത്വമുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതായത് ഷഹീദായ ആ മനുഷ്യൻ ഷഹീദായതിനു ശേഷമുള്ള ഒരു വർഷം കൂടി ആ മനുഷ്യൻ ജീവിച്ചിരുന്നു മാത്രമല്ല ഫഅദ്റക റമളാന ഫസാമഹു, അങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. ആ ശേഷമുള്ള ഒരു വർഷം ജീവിച്ചിരുന്നിട്ട് ആ മനുഷ്യൻ ആ റമളാനിൽ നോമ്പ് പിടിച്ചില്ലേ, അതാണ് നബി തങ്ങൾ പറഞ്ഞത്. അപ്പോൾ ആ ഷഹീദായ ഒരു മനുഷ്യനേക്കാൾ ഒരു ദർജ കൂടി മുമ്പിലാണ് ഒരു വർഷം കൂടി ജീവിച്ചിരുന്ന് ആ റമളാനിൽ നോമ്പെടുത്ത മനുഷ്യൻ എന്നാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, അതായത് നമ്മൾ നിരന്തരം ദുആർന്നുകൊണ്ടിരിക്കണം. നോമ്പിൽ തറാവീഹ് മറ്റ് പുണ്യകർമ്മങ്ങളും ഭംഗിയായി പൂർത്തിയാകണമെങ്കിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക എന്നുള്ളതാണ്. ആരോഗ്യം വേണം, ശാരീരിക ക്ഷമതയും പ്രധാനമാണ്. അതിനായി നിങ്ങൾ നിരന്തരം ദുആരക്കണം. ഈ വിനീതനടക്കം ഞങ്ങളുടെ പള്ളിയിലെ ഖാദിമീങ്ങളടക്കം ഇതിൻ്റെ സേവകർ, പള്ളിയിലെ ജമാഅത്തിൻ്റെ ഭാരവാഹികളടക്കം എല്ലാവർക്കും, നിങ്ങൾ മുഅ്മിനീങ്ങൾ, മഹൽവാസികൾ എന്ന് വേണ്ട പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ദുആരക്കണം. കരഞ്ഞു നിങ്ങൾ ദുആരക്കണം, കണ്ണീരൊലിപ്പിച്ച് നിങ്ങൾ ദുആരക്കണം. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിൽ നിന്നിട്ട് വല്ലാതെ പൊട്ടി കരയാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇത് കാണാം. എന്താ കാരണം? കാമ അബൂബക്കറും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അലാ മിമ്പർ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മിമ്പറിന്റെ മുകളിൽ കയറി നിൽക്കുകയാണ്. സുമ്മ ബക്കാ, എന്നിട്ട് വല്ലാതെ ഏങ്ങി ഇങ്ങനെ കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. ഫഖാല ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമൽ അവ്വലി അലൽ മിമ്പരി സുമ്മ ബക്കാ. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മിമ്പറിന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വല്ലാതെ പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി, എന്നിട്ട് നബി തങ്ങൾ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഫഖാല സലുല്ലാഹൽ അഫ്വ, നിങ്ങൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണോട്ടോ, വൽ ആഫിയ, ആഫിയത്തിനെ ചോദിക്കണോട്ടോ. ഇന്ന അഹദൻ ലം യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ കൊടുത്തതിന് ശേഷം ഒരു മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്താണ് ആഫിയത്ത് എന്നുള്ളത്. കണ്ടോ, നബി തങ്ങൾ ദുആർന്നു ഫഖാല സലുല്ലാഹൽ അഫ്വ, നിങ്ങൾ പൊറുക്കലിനെ തേടണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞിട്ട് വല്ല ആഫിയ, രണ്ടാമത് നിങ്ങൾ ആരോഗ്യത്തെ തേടണം എന്നാണ് പറഞ്ഞത്. ഒരു മനുഷ്യന് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫഇന്ന അഹദൻ ലൻ യുഅത ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, അതായത് ഒരു മനുഷ്യന് ഈമാനിനും അവൻ്റെ യഖീനിനും തവക്കുലിനും ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ആഫിയത്താണ്. ആരോഗ്യമുണ്ടെങ്കിലേ നോമ്പ് പിടിക്കാൻ കഴിയൂ, ആരോഗ്യമുണ്ടെങ്കിലേ തറാവീഹ് നിസ്കരിക്കാൻ കഴിയൂ, ആരോഗ്യമുണ്ടെങ്കിലേ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയൂ, ആരോഗ്യമുണ്ടെങ്കിലേ തൊഴിലെടുക്കാൻ കഴിയൂ, തൊഴിലെടുത്താലേ സംഭാവന സദഖകൾ ആളുകൾക്ക് ചാരിറ്റികൾ ചെയ്യാൻ നമുക്ക് കഴിയൂ. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല മനസ്സോടെ, നല്ല ശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, നല്ല ആഫിയത്തോടെ ഈ വിശുദ്ധമായ റമദാനിൽ ഒന്നിൽ നമ്മൾ കടന്നിരിക്കുന്നു. അത് നിലനിന്ന് കിട്ടാൻ വേണ്ടി നിങ്ങൾ പകലുകളിൽ നിങ്ങൾ ദുആരക്കണമെന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.